തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ തന്നെ ദൗത്യസംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുവാൻ വേണ്ടി ഈ രാത്രിയോളം ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സൈന്യത്തിന്റെ ആ ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ സൈന്യം ഇവിടേക്ക് എത്തിയത് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം നൽകി. നിരവധി പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം ഇവിടെ എത്തുന്നവർക്കുമുള്ള ഈ മറ്റ് മെഡിക്കൽ സംവിധാനവുമായി സൈന്യത്തിന്റെ മെഡിക്കൽ ടീം കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഈ ചൂരൽമലയിൽ തന്നെയാണ്, ഈ ബ്രിഡ്ജിന്റെ സമീപത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ സംവിധാനവും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും എങ്ങനെയാണ് ഇവിടെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ മെഡിക്കൽ ടീം എന്നുള്ളതിന്? നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ബാക്കിയുള്ള DSCയുടെ ടീമുമായിട്ട് വന്നായിരുന്നു. അപ്പം ആദ്യമേ ഈ ഏരിയ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി, പിന്നെ ഇവിടെ ഒരു MI റൂം, ഒരു എമർജൻസി റൂം സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഡേയിലെ ടാസ്ക്. അത് നമ്മൾ ആദ്യ ദിവസം തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന റെസ്ക്യൂ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇഞ്ചറി പറ്റുകയാണ്, അവർ വരുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് നമ്മളങ്ങനെ നോക്കിയാണ് ചെയ്ത്. ഇവാക്വേഷൻ സ്റ്റാർട്ട് ആയപ്പോൾ പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് വരികയാണെങ്കിൽ അത് ഡീൽ ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് ഉപകരണങ്ങൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതായിരുന്നു ബേസിക്കലി മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ പാലം പണിക്ക് എഞ്ചിനീയറിംഗ് കോറുമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, അവരുടെ വർക്കായിരുന്നു മെയിനായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പറ്റിയ ഇഞ്ചറീസും അതൊക്കെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മെഡിക്കൽ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ കൺട്രോൾ റൂമും സജീവമാണ്. എന്തായാലും ഈ സൈന്യത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, സാഹസികമായിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു അങ്ങോട്ടേക്ക് എത്തുവാനുള്ളതും. അതിന്റെ ഭാഗമായി നിങ്ങളും ഇവിടെ സജീവമായിട്ടുണ്ട്. ഇവിടേക്ക് നിരവധി പേർ എത്തുന്നുണ്ടോ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ? അവർക്ക് ചെറിയ ഇഞ്ചറീസ് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മഴയും ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ടും ഇവർ ഈ റെസ്ക്യൂ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെറിയ ചെറിയ ഇഞ്ചറീസ് പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഡീൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അതുതന്നെയാണ് തീർച്ചയായും സൈന്യത്തിന്റെ സേവനം ഈ മേഖലയിൽ സജീവമാണ് എല്ലാ വിധത്തിലും. അതായത് ഈ തിരച്ചിലിനും അതിനൊക്കെ നേതൃത്വം നൽകും. അതോടൊപ്പം ഈ മെഡിക്കൽ വിഭാഗം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഈ സേവന പ്രവർത്തനങ്ങൾ.